അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ സേവനങ്ങൾ ഭാഗികമായി നിർത്തിവെച്ചത് ഇപ്പോൾ മൂന്നാം ദിവസം പിന്നിടുമ്പോൾ US ബഹിരാകാശ ഏജൻസിയായ നാസ കൂടി അടച്ചുപൂട്ടിയെന്ന വാർത്തയാണ് ശാസ്ത്രലോകത്ത് നിന്നും പുറത്തുവരുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഒക്ടോബർ 3-ന് നാസ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന സന്ദേശം ഇങ്ങനെ പറയുന്നു: ഫെഡറൽ ഗവൺമെന്റ് ഫണ്ടിങ്ങിലെ വീഴ്ച കാരണം നാസ ഇനി വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യില്ല. പക്ഷെ നാസയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരമപ്രധാനമായ ചില ഗവേഷണങ്ങൾ പുറം ലോകം അറിയുന്നതിന് ഇത് കാലതാമസം വരുത്തുമെന്നതാണ് പ്രധാന പ്രശ്നം. പ്രത്യേകിച്ച് നമ്മുടെ സൗരയുദ്ധത്തിന് പുറത്തുനിന്ന് വന്ന 3A അറ്റ്ലസ് പോലുള്ള അജ്ഞാത ബഹിരാകാശ വസ്തുക്കളെ സംബന്ധിക്കുന്ന വെളിപ്പെടുത്തലുകൾ. കാരണം ചിലർ വാൽനക്ഷത്രമായും മറ്റു ചിലർ ഒരു ഏലിയൻ പേടകമായും വ്യാഖ്യാനിക്കുന്ന 3A അറ്റ്ലസ് ചൊവ്വയ്ക്ക് ഏറ്റവും അടുത്തെത്തുന്ന ദിവസമായിരുന്നു ഒക്ടോബർ 3. മനുഷ്യർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് അതിന്റെ ഏറ്റവും വ്യക്തമായ ദൃശ്യം പകർത്താൻ ലഭിക്കുന്ന അവസരം. മാത്രമല്ല, മറ്റേത് ബഹിരാകാശ ഏജൻസികളുടെ ഓർബിറ്ററുകളെ അപേക്ഷിച്ചും നാസയുടെ മാസ് റെക്കഗ്നൈസൻസ് ഓർബിറ്റർ ആയിരുന്നു സാങ്കേതിക മികവിൽ മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ അതേ ദിവസം തന്നെ നാസ അടച്ചുപൂട്ടി എന്ന വാർത്ത ഞെട്ടലോടെയാണ് ബഹിരാകാശ പ്രേമികൾ കേൾക്കുന്നത്. കാരണം ചൊവ്വയ്ക്കരികിലെത്തിയ 3A അറ്റ്ലസ് ഇനി സൂര്യന് പിന്നിൽ പോയി ഭൂമിയിൽ നിന്ന് അദൃശ്യമാകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിനാൽ തന്നെ ഈ സമയം അതിനിർണായകമാണ്. നാസയുടെ നിലവിലെ അറിയിപ്പ് പ്രകാരം ബഹിരാകാശ യാത്രികരുടെയും ബഹിരാകാശ പേടകങ്ങളുടെയും സുരക്ഷ സംബന്ധിക്കുന്ന അത്യാവശ്യ പ്രവർത്തനങ്ങളല്ലാതെ മറ്റു വിക്ഷേപണ തയ്യാറെടുപ്പുകളോ പുതിയ ദൗത്യ രൂപകൽപ്പനയോ പൊതുജന സമ്പർക്കമോ ഒന്നും ഈ ഘട്ടത്തിൽ നടക്കില്ല. മാത്രമല്ല, നാസയുടെ വെബ്സൈറ്റിൽ പുതിയ അപ്ഡേഷനുകളും ഉണ്ടാകില്ല. നാസ കൂടാതെ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും ചൈനയുടെയും ഓർബിറ്ററുകൾ 3A അറ്റ്ലസ് നിരീക്ഷിക്കുമെങ്കിലും ഹിറൈസ് ക്യാമറ എന്ന പ്രത്യേകത നാസയുടെ മാർസ് റെക്കഗ്നൈസൻസ് ഓർബിറ്ററിനുണ്ടായിരുന്നു. കൂടാതെ ഇൻഫ്രാറെഡ് തരംഗ ദൈർഘ്യത്തിന് ദൃശ്യമാകുന്ന 14 ഡിറ്റക്ടറുകളും ഇതിനുണ്ട്. തന്മൂലം ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വ്യക്തമായ ചിത്രങ്ങൾ പകർത്താൻ സാധിക്കും. എന്നാൽ നിലവിലെ നാസയുടെ ഷട്ട് ഡൗൺ മൂലം 3A അറ്റ്ലസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുന്നതിൽ തടസ്സമുണ്ടാകുമോ എന്ന ആശങ്ക ഉയരുകയാണ്.